ഉറപ്പായിട്ടുണ്ടാകും. അമ്മയെ തല്ലിയാലും രണ്ട് വശമുള്ള ഒരു നാടാണിത്. ഈ ഒരു ചെളിക്കണ്ടത്തിൽ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു പരിപാടി നടത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ വയലിൽ വെച്ചിട്ടാണോ അവന്മാർ ചെയ്യുന്നത്, അവന്മാർ മണ്ടന്മാരാണോ, യവന്മാരെ തലയിൽ ഓളമാണോ എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആ ഒരു കമന്റ് കൃത്യമായിട്ട് ഉള്ളത് തന്നെയാണെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നി. ഇതാണ് കിളിമാനൂരിൽ വേടന്റെ പരിപാടി സംഘടിപ്പിച്ച സംഘാടകര്. കുറെ ദിവസമായിട്ട് കാണാതിരിക്കുകയായിരുന്നു. ഇവർ ചെയ്ത കുറച്ച് ഊളത്തരങ്ങളുണ്ട്. ആ ഒരു മനുഷ്യൻ മരിച്ചിട്ട് പോലും ഇങ്ങനെ ന്യായീകരിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ളതാ. അതൊന്നും കൂടാതെ വേടനാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന് പറയാതെ പറയുന്ന സംഘാടകര്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ സംഘാടകർ പറയുന്ന കാര്യമുണ്ട്, അതുപോലെ മരണപ്പെട്ട ബിജു എന്ന് പറയുന്ന ടെക്നീഷ്യന്റെ വീട്ടുകാർ പറയുന്ന വേർഡ്സും ഇതിനുള്ളിലുണ്ട്. മുഴുവൻ ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക തെറ്റ് ആരാണ് ചെയ്തതെന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് 8-ാം തീയതി 4:30 ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ സൗണ്ട് ചെക്ക് ചെയ്യും. അപ്പോൾ അതിനുശേഷമാണോ ഈ പറയുന്ന LED വാൾവിൽ ഒരാളുടെ മരണം സംഭവിക്കുന്നത്? അല്ല, 8-ാം തീയതി 4:30 മുന്നെയാണ്. 4 മണിക്കും 4:30ക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വേടൻ സ്റ്റേജിൽ വന്ന് സൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ, വേടൻ ഇവിടെ വരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഉളുപ്പുണ്ടോടാ എനിക്ക്? ഉളുപ്പ് കയ്യും കെട്ടി നിന്ന് സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ മരണത്തെ കുറിച്ചിട്ടാണ് എന്ന ബോധം നിനക്കില്ലല്ലോടാ. ഉളുപ്പ് എന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞതാണ്, മനുഷ്യത്വം ഇല്ല എന്ന് പറഞ്ഞ കൃത്യമാണ്. 4:30 വേടൻ വരുന്നതിന് മുന്നേ ഒരു മനുഷ്യൻ മരിച്ച ആ ഒരു പ്രോഗ്രാം ആ നിമിഷം അവസാനിപ്പിക്കാൻ കഴിയുന്നവനാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ സംഘാടകർ ഇത്രക്ക് ഊളകളാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഒരാൾ മരണപ്പെട്ടു, ഈ പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഇതാ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ആള് മരിച്ചത് എന്ന് പറഞ്ഞ പരിപാടി മാറ്റി വെക്കേണ്ട സ്ഥലത്ത് അവൻ പറയുന്നു കയ്യും കെട്ടിക്കൊണ്ട് വേടൻ വരുന്നതിന് മുന്നേ ആള് മരിച്ചിരുന്നു എന്നുള്ളത്. നല്ല സംഘാടകര്, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നല്ല അടിപൊളി സംഘാടകര്, കൊള്ളാം. ഇന്നലെ ഈ പറയുന്ന കുടുംബത്തിന്റെ ഒരു ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ഉള്ള കുറേ ഇതൊക്കെ വരുന്നത് ഞാനും കണ്ടിരുന്നു. അതിലും എനിക്ക് ആ കുടുംബത്തിനോട് ഇപ്പോഴും അവരുടെ അടുത്തൊരു വാക്ക് തർക്കത്തിനും ഇതിനും അല്ല. അപ്പോൾ അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് അത് കേൾക്കുന്ന ആൾക്കാർ, എനിക്ക് അവരുടെ അടുത്ത് വേറെ ഒന്നും പറയാനില്ല. ആ കുടുംബത്തിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ആ കുടുംബത്തിൽ. ആ വീട്ടിൽ ഞാൻ പോയിട്ടുള്ള ഒരാളാണ്. ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ്. ഇനിയൊരു പുള്ളിയുടെ ഭാര്യയും എൻ്റെ മോളെ പ്രായമുള്ള ഒരു മോളും അച്ഛനും മാത്രമേ ആ കുടുംബത്തിലുള്ളൂ. അവർക്കുണ്ടാകുന്ന മാനസിക വിഷമവും അതൊക്കെ വെച്ചിട്ട് അവർ പറയുന്നില്ല. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സുരക്ഷ. ഞാനിപ്പോൾ ഒരിക്കലും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ഞാനതൊരു വാക്ക് തർക്കമായിട്ടോ ഞങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. പുള്ളിയുടെ സുരക്ഷ നോക്കേണ്ടത്, പുള്ളി എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഇട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് കറണ്ട് അടിക്കുമെന്ന് പുള്ളിക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താടാ ന്യായീകരണം? കൊള്ളാടാ. ചളിക്കുണ്ടിൽ ഒരു പരിപാടിയും വെച്ചിട്ട് ഒരു മനുഷ്യനെ കൊലക്കം കൊടുത്തിട്ട് ഡയലോഗ് അടി. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളത്, നീ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. കമന്റ് ചെയ്ത ആളുകൾക്ക് നീ മറുപടി കൊടുക്കാൻ നീ യോഗ്യനല്ല എന്ന് ഇപ്പൊ മനസ്സിലായി. കാരണം കമന്റ് ഇടുന്ന ആളുകൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തില്ല, എന്തുകൊണ്ട് ഒരാൾ മരിച്ചിട്ട് ആ മരണത്തിന്റെ മുന്നിൽ കിടന്ന് നിങ്ങൾ കൊട്ടിഘോഷിച്ച് തുള്ളിച്ചാടി എന്നുള്ളത്. നിങ്ങൾ ആ സംഘാടകർ കാരണം ഒരു മനുഷ്യന്റെ ജീവൻ ഒന്ന് പോയത് നിങ്ങൾ മറച്ചു വെക്കുന്നു. രണ്ടാമത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ അവിടെ സ്പോൺസർഷിപ്പ് ചെയ്ത ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ന്യായീകരണം, വെള്ളത്തിലൂടെ വയറ് വലിച്ചാൽ ഷോക്കടിച്ച് മരിക്കുമെന്ന ബോധം മരിച്ചവന് വേണ്ടേ എന്നാണ് നീ ചോദിക്കുന്നത്. അതിനുള്ള ചെറിയൊരു മറുപടി ഇവിടെ അവരുടെ വീട്ടുകാർ തന്നെ തരുന്നുണ്ട്. ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് അവിടെ എന്തുകൊണ്ട് വയലിൽ പോയി എന്നുള്ളത്, വയലിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലിജുവേട്ടൻ വർക്ക് എടുക്കില്ലായിരുന്നു. അവിടുത്തെ കണ്ടീഷൻ ഇതാണെന്ന് അറിഞ്ഞെങ്കിൽ എടുക്കില്ലായിരുന്നു. ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്തു. നമ്മൾ സാധനം കൊണ്ട് ഇറക്കുന്ന സമയത്താണ് ഇത്രയും ഡേഞ്ചറായിട്ട് അവിടെ കിടക്കുന്നത് കാണുന്നത്. നമുക്ക് കമ്മിറ്റ് ചെയ്തത് പിന്നെ പെട്ടെന്ന് ഒഴിയാനും പറ്റിയില്ല, ആണ് ഉണ്ടായത്. കണ്ടില്ലേ, മുൻകൂട്ടി കമ്മിറ്റ് ചെയ്ത ഒരു വിഷയമാണ്. പാടത്ത് ചളിയുണ്ടോ മറ്റേതുണ്ടോ മറിച്ചിട്ടുണ്ടോ എന്ന് ആ പാവം മനുഷ്യൻ അറിഞ്ഞിട്ട് പോലുമില്ല. കമ്മിറ്റ് ചെയ്ത പരിപാടിയിലേക്ക് സാധനവുമായിട്ട് അവിടെ എത്തുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷേ അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് ഞാനിനി പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മിറ്റിക്കാർ വെറുതെ വിടുമോ? നിങ്ങളുടെ തനിക്കോണം നിങ്ങൾ അവിടെ കാണിക്കില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ പറയുന്നുണ്ട്, കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. വൈദ്യുതി കൊടുത്തിരിക്കുന്ന ജനറേറ്ററിൽ നിന്ന് നേരെ വേറെ കൊടുത്തേക്കുന്നത് ഈ ചെളിയിൽ കൂടെ വന്നിട്ട് ഈ സ്കഫോൾഡിങ് ഇട്ടിരുന്നു. ആ സ്കഫോൾഡിങ്ങിലാണ് ഇതുകൊണ്ട് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഈ സ്കഫോൾഡിങ്ങിൽ ലിജുവിൻ്റെ കൈ തട്ടുമ്പോഴാണ് ഇത് ഷോക്കേക്കുന്നത്. LED വാൾ സെറ്റ് ചെയ്തിട്ട് ടെക്നീഷ്യൻസ് ഒരു സൈഡ് തീർന്ന് ടെക്നീഷ്യൻസ് അപ്പുറത്ത് പോയി ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജനറേറ്ററിൻ്റെ അവിടെ ചെന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ലിജു പറയും. ലിജു അവിടെ പോയി കണക്ഷൻ കൊടുത്തിട്ട് തിരിച്ചു വന്ന് ഈ LED വാളിൻ്റെ സ്വിച്ച് വെക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് സ്റ്റാൻഡ് കൈ തൊട്ടുമ്പോഴാണ് ലിജു ഷോക്കേക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഉള്ള അടുത്തുള്ള KSEBിയിലെ കണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ഉള്ളി പോയി ഇത് നിന്ന് വിച്ഛേദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പിന്നെ ഒരു പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ പോലും അവിടെ ഒരു മെഡിക്കൽ ടീമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ സംഘാടകർ എന്ത് ഉണ്ടായി എന്ത് മാങ്ങാത്തിൽ നോക്കിയിടുന്നത്? 80 ആള് 150 ആള് 300 ആള് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ്. ആ ഒരു പാവം മനുഷ്യന്റെ മരണം കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവൻ ത്യജിച്ചുകൊണ്ട് അത്രയും ആളുകൾ രക്ഷിച്ചു എന്ന് വേണം എനിക്കതാ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സ്കഫോൾഡിൽ നിന്നാണ് ഷോക്ക് ഏറ്റിട്ടുള്ളത്. ഇവിടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ചളി വല്ലാണ്ട് ഉണ്ടാവില്ല. പിന്നെ ആളുകൾ നടക്കും തോറും ചളി ഇളകി അങ്ങനെയാണ് ചളിയായി വരുന്നത്. ഒരു ചെറിയ വെള്ളം അതിലൂടെ ഒന്ന് ഒഴുകി ഈ ആളുകൾ നിൽക്കുന്ന ഭാഗത്തെ ചളിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളും മരിച്ചു പോയേനെ. അത് മനസ്സിലാക്കണം. അദ്ദേഹം മരിച്ചത് കൊണ്ട് ആ LED വോളിലേക്കുള്ള ആ ഒരു കറണ്ട് വിച്ഛേദിക്കപ്പെട്ടു. അല്ലെങ്കിൽ എല്ലാവരും മരിക്കില്ലേ? ഞാൻ കാര്യമായിട്ട് ചോദിക്കും, എല്ലാവരും മരിക്കും അല്ലേ? എന്തുകൊണ്ട് ഒരു പ്രാഥമിക ശുശ്രൂഷ പോലും ഒരാൾക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കിയില്ല? ഒരു ഇട്ടാവട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒരു വലിയ കുരുതി എന്തോ ഭാഗ്യം കൊണ്ടാണ് മാറിപ്പോയത് എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്കഫോൾഡിൽ നിന്നാണ് ഷോക്ക് വരുന്നത്. സ്കഫോൾഡ് എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. അത് നിലത്താണ് പതിച്ചു വെച്ചിട്ടുള്ളത്. ആ നിലത്തുള്ള വെള്ളത്തിലൂടെ അവിടെയുള്ള ആളുകൾ മരണപ്പെടുമായിരുന്നു. എന്നിട്ടും ന്യായീകരണം കൊള്ളാം. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ തന്നെ വേണം. അവിടെ അവർ പറഞ്ഞെന്ന് സംഘാടകരുടെ സമ്മർദ്ദം മൂലം ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. സംഘാടകർ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും, ഞാനൊരു ആട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്കറിയാം എൻ്റെ വണ്ടി പോവേണ്ട വഴി, എൻ്റെ വണ്ടി പോവേണ്ട വഴി കൂടെ എനിക്ക് വണ്ടി ഉണ്ട്. ഒരു 3 വീലുള്ള ഒരു ആട്ടോ പോകുന്ന ഒരു സ്ഥലത്തൂടെ എനിക്ക് ആട്ടോ ഓടിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം കടന്നിട്ട് ഒരു 2 വീലുള്ള അല്ലെങ്കിൽ ഒരു 2 വീല് പോകുന്നൊരു അതിൽ കൂടെ ആട്ടോ ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ ഒരു കൊച്ചറിവും അല്ലെങ്കിൽ എൻ്റെ ഒരു കൊച്ചു ബുദ്ധിയും വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അവരിത് പറയുമ്പോഴും അവരെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർ, ഞാൻ ഇപ്പോഴും വീണ്ടും എടുത്ത് പറയുന്നത്, അവരുമായിട്ടൊരു വാക്ക് തർക്കത്തിനോ ഒന്നിനും അല്ല. നീ വാക്ക് തർക്കത്തിന് തന്നെയാണ് പോയത് എന്നുള്ള വാക്കുകളല്ലേ ഇത് പറയുന്നത്? സ്വന്തം ജീവൻ നോക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ചത്തു പോയിക്കോട്ടെ എന്നല്ലേ നീ പറയാണ്ട പറഞ്ഞത്? എന്താടാ ഉളുപ്പ് എന്ന സാധനം, മനുഷ്യത്വം എന്ന സാധനമൊക്കെ അതൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ഉണ്ടാവേണ്ടതാണ്. നിന്നെ ആരാണ് ഇതിന് സംസാരിക്കാൻ ഏർപ്പാടാക്കിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യം ആളുകൾക്ക് വീണ്ടും കൂടുക എന്നല്ലാതെ കുറയുന്ന യാതൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമാണ് ന്യായീകരിക്കുന്നത്. അയാൾ മരിച്ചത് അയാളുടെ കഴിവുകേട് കൊണ്ടാണ്, അയാൾ നോക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ കൊള്ളാം. നിന്റെ ആ ഒരു വൈബ് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മരണപ്പെട്ട ആളുടെ വീട്ടുകാരൻ പറയുന്നത് അന്ന് കേൾക്കാം. ഒരു ആ ടെക്നീഷ്യൻ മരിച്ച ആ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോവിഷമം വലുതായിരുന്നു. കാരണം അപ്പോൾ തന്നെ പക്ഷേ അതിന് ശേഷം സംഘാടകർ അത് ആനന്ദിക്കുകയായിരുന്നു. കാരണം ഒരു ടെക്നീഷ്യൻ ഇങ്ങനൊരു അപകടം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവർ 10:30 മണി വരെ പ്രോഗ്രാം നടത്തിയോളാം. 10:30 വരെ DJ പ്രോഗ്രാം അത് ഇതൊക്കെ ആയിട്ട് ഒരാളുടെ ശവത്തിന്റെ മുകളിൽ താണ്ഡവമാടിക്കൊണ്ട് നടത്തി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് അവസാനിപ്പിക്കുക, വളരെ മാനുഷികമായിട്ടൊരു പരിഗണന അവിടെ കൊടുക്കുക. അവിടെ വരുന്ന ഒരു മനുഷ്യനും ചളിവാരി എറിയില്ല. തീർച്ചയായിട്ടും ഒരാൾ മരണപ്പെട്ടടാ, അതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചടാ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ ഞങ്ങൾ കണ്ടതാ. കാണാത്ത ആളുകൾക്ക് ഇവർ തന്നെ വിശദീകരിച്ചിട്ട് പണി വാങ്ങി വെച്ചിട്ടുണ്ട്. കേൾക്കാം. കാരണം ഞങ്ങൾ ഇതിൽ പഴിചാരേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ കുറ്റം ഞങ്ങളെ ഇപ്പോൾ ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഒന്നും കൊണ്ടല്ല. ഇതിൻ്റെ എല്ലാം കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുമല്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഈ പറയുന്ന ബാക്കിയുള്ളവർക്ക് അറിയാം, ഇവിടെ നാട്ടുകാരൊക്കെ അറിയാം. ഈ ഒരു 6 മാസം തൊട്ട് ഇതിൻ്റെ ഒരു കഷ്ടപ്പാടാണ്. ഈ ഊണ് ഉറക്കം ഇല്ലായിരുന്ന ഒരു 6 മാസം മുന്നേ ഞങ്ങൾ ഊണ് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടതാണ്. ഈ 8-ാം തീയതിയോടുകൂടി അതെല്ലാം സമാധാനമാവും, എല്ലാം ഒരു സന്തോഷകരമായിട്ട് ഇതെല്ലാം തീരുമെന്ന് വിചാരിച്ച് അത്രയും ഒരു സന്തോഷത്തിൽ നിന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ 8-ാം തീയതിക്ക് ശേഷം ഇന്ന് ഈ പറയുമ്പോഴത്തേക്ക് 13-14 അല്ലേ, ഈ 14-ാം തീയതി വരെ ഞങ്ങൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനും, ഞങ്ങൾ വീട്ടിൽ കയറുന്ന സമയവും അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ജോലിക്ക് പോയിട്ട് തന്നെ 6 മാസമായിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്. 2-3 മാസമായി ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് അവർക്ക് അവരുടെ വിഷമം മാത്രമേ പറയാനുള്ളൂ. മരണപ്പെട്ട ഒരാളുണ്ട്, അയാളുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം വീണ്ടും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടും അവിടെ ഡാൻസും പാട്ടും കൂത്തും നടത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവരെ ഇങ്ങനെയൊന്നും കുറ്റം പറയില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് ഓട്ടോറിക്ഷ എടുക്കാൻ കഴിഞ്ഞില്ല, കൂട്ടുകാർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതാണ് ഇതാണ്. 6 മാസം കൊണ്ട് ഇവർ കഷ്ടപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസം മുൻപ് 30-40 ലക്ഷം രൂപ കടം വാങ്ങി ലോൺ എടുത്തുകൊണ്ട് ഒരു പാവം മനുഷ്യൻ LED വാളൊക്കെ വാങ്ങി ഉത്സവ സീസൺ തുടങ്ങി എങ്ങനെയെങ്കിലും ഒരു വർക്കൊക്കെ കിട്ടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അയാൾ ഏറ്റെടുത്ത ഒരു വർക്കാണിത്. തുടക്കകാല ആ ഒരു വർക്ക് നിങ്ങളുടെ അശ്രദ്ധ മൂലം അയാൾ മരിച്ചു പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ പറയുന്നു അയാളുടെ അശ്രദ്ധ മൂലമാണെന്ന്. അല്ല, ഒരിക്കലല്ല. നിങ്ങളുടെ സംഘാടകർ എന്ത് ഉണ്ട നോക്കിയിരുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പരിപാടി ഇൻഷൂർ ക്ലെയിം ചെയ്തതാണോ എന്നുള്ളതാണ്. ഇത്തരം വലിയ പരിപാടികളിലൊക്കെ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും വേണം. ആ ഒരു മരണപ്പെട്ട ആളുകളെ നിങ്ങൾ സഹായിക്കും വേണം. നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് അയാളുടെ ഭാര്യ പറയുന്നുണ്ട്, മരണപ്പെട്ട മനുഷ്യന്റെ ഭാര്യ. മോളുണ്ട്, മോളിപ്പോൾ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് ബാധ്യത ഉണ്ടല്ലേ? 10-30 ലക്ഷത്തിലധികം ബാധ്യതയുണ്ട്. സ്വർണ്ണമൊക്കെ കൊടുത്തും പണയം വെച്ചും ഒക്കെ ഏട്ടനൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത്
നമുക്ക് ഒറ്റയടിക്ക് നഷ്ടം വന്നു. കുടുംബത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള വരുമാനം ആയിരുന്നു. ഇനി നമുക്ക് അതില്ല. 6 മാസമായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരാൾ മരിച്ചിട്ടുണ്ട്, അത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കൊള്ളാം. 4:30-നാണ് കൃത്യമായി വേടൻ ഈ പറയുന്ന വേദിയിൽ സൗണ്ട് ചെക്കിങ്ങിനായി വരുന്നത്. അതിന് ശേഷമാണോ ഈ ആൾക്ക് ഷോക്ക് കേൾക്കുന്നത്? അതിന് മുമ്പാണോ ഷോക്ക്? അത് കൃത്യമായി നിങ്ങൾ ഇവരെ അറിഞ്ഞിരുന്നു? അദ്ദേഹത്തിന് ഷോക്ക് ഏറ്റു. ആദ്യം കൊണ്ടുപോകുന്ന അടുത്തുള്ള ഹോസ്പിറ്റലാണ്, അവിടെ തന്നെ വെച്ച് മരണം സ്ഥിരീകരിക്കുക അല്ലെ? അപ്പൊ വേടൻ ഈ വേദി വിടുന്നതിന് മുമ്പ് വേടൻ അറിഞ്ഞിരുന്നു ആള് മരണപ്പെട്ടിരുന്നു എന്നുള്ളത്. വേടൻ ആള് മരണപ്പെട്ടത് അറിഞ്ഞിട്ടും ഞാൻ ഇനിയും പാടാൻ വരാം എന്ന് പറഞ്ഞു എന്നാണ് ആള് പറയുന്നത്. അത് ഇവരുടെ ഇടയിൽ തന്നെ കൊളിയുന്നുണ്ട്. മുഴുവൻ കേൾക്കാം എന്തായാലും. ഈ 5 മണിക്ക് ഈ പറയുന്ന 4:30-ക്ക് വേടൻ വരുന്ന സമയത്ത് മരണപ്പെട്ട ഒരാളാണ്. ഈ 4:30 മണി തൊട്ടും ഈ പറയുന്ന 9:45 വരെയും വേടൻ വരാൻ വില്ലിങ് ആയിരുന്നു. വേടൻ വന്ന് വഴിയിൽ വെച്ചിട്ടാണല്ലോ വേടൻ ഇങ്ങോട്ട് മുന്നോട്ട് കടന്നു വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ അതേ കണക്ക് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എടാ, ബോധം പറഞ്ഞ സാധനം നിനക്കില്ല. നിങ്ങൾ വേടനെ വിളിച്ച് പറയണം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഒരാൾ മരിച്ചു, നിങ്ങൾ അറിഞ്ഞതാണല്ലോ, നമ്മൾ ഈ പരിപാടി നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ വേടൻ ആ പൈസ തിരിച്ചു തന്ന അയാൾ പോവില്ലേ? അയാൾ മനുഷ്യനാണ്, മനുഷ്യത്വമുള്ള ആളാണ്. അത് അയാൾ അതേ ചെയ്യൂ. വേടൻ 9:45 വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് മാത്രം നിങ്ങൾ കേൾക്കുമ്പോൾ വേടൻ ഒരാൾ മരിച്ചിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് ട്രാഫിക്കിൽ കുടുങ്ങിയതുകൊണ്ട് വരാതിരുന്നതാണ് എന്നല്ലേ നിങ്ങൾ തിരിക്കുക? അല്ലേ? നമുക്കത് മുഴുവൻ കേട്ടല്ല. വേറൊരു സംഘാടകൻ പറയുന്നുണ്ട്. അതായത് ഒരു 8:30-ക്കകത്ത് എൻ്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ, അവിടെ ഒരു മരണം നടന്നു, അറിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ആൾ ഇതണക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഇതിനകത്ത് ഇവിടെ സംഭവിച്ചൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ ഫോണിൽ പോലും നമുക്ക് കോൾ കണക്റ്റ് ആവുന്നില്ല. അങ്ങനെയാണ് 8:30-ക്ക് വിളിച്ചിട്ട് പറഞ്ഞ് കമ്മിറ്റിയിൽ നിന്ന് 2-3 പേര് എമർജൻസി ആയിട്ട് അവരെ ഹോട്ടലിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രാഫിക്കാണ്, ഞങ്ങൾ 3 പേര് അവിടെ പോകുന്നു. അവിടെ 3 പേര് ചെല്ലുന്ന സമയത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മരണം നടന്ന ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ വന്നിട്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ, പെർഫോം ചെയ്യേണ്ട, നിങ്ങളെ കാണാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വേദിയിൽ വന്ന് പറയുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു ധാരണയിലാണ് 9:30 മണിക്ക് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത്. ഓക്കെ, അതായത് വേടൻ ഇവിടെ വന്നിട്ട് ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല, താങ്കൾ വായു എന്ന് പറഞ്ഞു. വേടന് വരാൻ കഴിഞ്ഞില്ല. വരാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ബ്ലോക്കിൽ പെട്ടു. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ബ്ലോക്കിൽ പെട്ടത് കൊണ്ട് വേടൻ ഇവിടെ വരാൻ കഴിയാത്തത് കൊണ്ട് പരിപാടിയിൽ വേടൻ വരുന്നില്ല എന്നാണ് അനൗൺസ്മെന്റ് മുഴുവൻ കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആ ഒരു മരണം ഉണ്ടായത് കൊണ്ടാണ് വേടന് വരാൻ കഴിയാത്തത്, എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. ഇപ്പോഴും ആൾ ഈ ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ട് സ്റ്റേജിൽ പറഞ്ഞില്ല? സ്റ്റേജിൽ കയറിയ ഒരാൾ നിന്ന് പറയുന്നത് വേടൻ ട്രാഫിക്കിൽ പെട്ടത് കൊണ്ട് വരാൻ കഴിയുന്നില്ല എന്നാണ്. ഇവിടെ മനുഷ്യന്മാരാണ് അവിടെ പരിപാടി കാണാൻ വന്നിട്ടുള്ളത്. ആ മനുഷ്യന്മാരെ കാടന്മാരാക്കിയത് നിങ്ങളുടെ ഈ ഒരൊറ്റ വാക്കാണ് വേടൻ ബ്ലോക്കിൽ പെട്ടത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇതിനൊന്നും ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല മോനെ. ഈ LED വാൾ കൊണ്ടുവന്നൊരു സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയോ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും? ഈ മരണപ്പെട്ട് ഇവിടെ നിന്ന് പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞാനല്ല, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ഈ പറയുന്ന സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്നവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ ബന്ധുക്കൾ വരുമ്പോഴാണ് പുള്ളിക്ക് അവരൊക്കെ ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിനുശേഷം മരണം നടന്നതിൻ്റെ അന്ന് പോകാൻ പറ്റില്ല. കാരണം അത് പറ്റില്ല. പിറ്റേന്ന് ബോഡി എടുക്കുന്ന സമയത്തും ഞങ്ങൾ സംഘാടക സമിതിയിലുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സംഘാടക സമിതിയിൽ പോയവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവരാരുമായിട്ട് സംസാരിക്കാനോ, കാരണം ഇന്ന് ഈ നിൽക്കുന്നവരെ കണക്ക് തന്നെയാണ് അവരും പോയി മരണത്തിന് പങ്കെടുത്തിട്ട് ഇങ്ങ് വന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതിനെ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളത് വലിയ വീഴ്ച ആ മരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന്നിട്ടുണ്ടല്ലേ? അത് അറിഞ്ഞത് എന്തായാലും കൊള്ളാം. ആ വീട്ടുകാർ പറയുന്ന വാക്കും കൂടി ഒന്ന് കേൾക്കാം. മാത്രമല്ല, കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് 4-5 പേര് ഇവിടെ വന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നതിന് ശേഷമാണ്. അപ്പം അത് തന്നെ ഏറ്റവും വലിയ കൊടും ചതിയാണ് അവർ കാണിച്ചത്. ഇങ്ങനെ ഒരിക്കലും ഒരു നമ്മൾ കേരളത്തിൽ കണ്ടില്ലാത്തൊരു അനുഭവമാണ് അതിനകത്ത്. കേട്ടില്ലേ? മരണം കഴിഞ്ഞ് അവർക്ക് അന്ന് വരാൻ പറ്റിയില്ല, അവരെ കൊണ്ടാക്കി ബോഡി ഹാൻഡ് ഓവർ ചെയ്ത് പോന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു വീഡിയോ വന്നു. ഈ വീഡിയോ അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംഘാടകരെ പഴിചാരിക്കൊണ്ടൊരു സാധനം, അവരെ തന്നെ പഴിചാരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ അവർ വന്ന് കണ്ടു. ഓക്കെ, ഇനി ഇവരുടെ ഭാര്യ പറയുന്നത് കേൾക്കാം. ആരെങ്കിലും സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയ ആൾക്കാർ ആരെങ്കിലും ബന്ധപ്പെട്ട? ഇതുവരെ ആരും വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇന്നലെ വന്നുല്ലേ, ഇന്നലെയാണ് വന്നത് വൈകുന്നേരം. അതുവരെ അവരൊന്നും വിളിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. ഓക്കെ, ഇതാണ് മനുഷ്യത്വമുള്ള സംഘാടകർ. ഓക്കെ, മുഴുവൻ കാണാൻ ഒരു ചെറിയ കഷ്ണം കൂടിയുള്ളൂ. പുള്ളി ഇവിടെ നിന്ന് പറയുന്നത്. അപ്പം നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തത് വേടന് സ്റ്റേജിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് കാരണം മരണം ആൾറെഡി നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ വന്ന പല ആൾക്കാരും
മരണം അറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ അടുത്തും ചോദിച്ചു, നേരിട്ട് കണ്ടും വിളിച്ചും ചോദിച്ചു അവിടെ ആരെങ്കിലും ഷോക്കേറ്റ് മരിച്ചു. ഷോക്കേറ്റ് മരിച്ചു, എന്താണ് നിങ്ങളുടെ പ്ലാൻ? അതൊന്നും തീരുമാനമായിട്ടില്ല. നിങ്ങൾ ഷോ നടത്തോ അതോ ക്യാൻസൽ ചെയ്യും? ഞാൻ പറഞ്ഞു അതൊന്നും എൻ്റെ മാത്രമുള്ള തീരുമാനമല്ല, കമ്മിറ്റി കൂടി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനൊരു വിവരണം തരാൻ പറ്റൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ വഴി നമുക്ക് കേൾക്കണം, കാരണം പുള്ളിയാണ് നമ്മളിവിടെ പഠിക്കാൻ കൊണ്ടുവരുന്നത്. പുള്ളി പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പെർഫോം ചെയ്യേണ്ട, ആ കാര്യം വന്ന് നേരിട്ട് സ്റ്റേജിൽ വന്ന് പറയുക. എടാ നീ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ലടാ, നീ തനി ഊളയാണെന്നത് കേട്ടപ്പോൾ മനസ്സിലായി. ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക് മനസ്സിലായത്രേ, ആരോ ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു കാര്യം കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായില്ല. അല്ല, പരിപാടി നടത്തുമോ നടത്തില്ല ചോദിച്ചപ്പോൾ അത് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളത്. മനുഷ്യത്വമുള്ള ഒരാൾ പറയണം എന്താണ് അത് നമുക്ക് നടത്താൻ പാടില്ല. നമുക്ക് സംഘാടകരെല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് പറയേണ്ട സ്ഥലത്ത് വേടനല്ലേ പാടേണ്ടവൻ, വേടൻ വന്നിട്ട് പറയേണ്ടതെന്ന്. നീയൊക്കെ എന്ത് ഊളയാ? വേടനൻ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്, അല്ലാതെ വേടൻ ഇങ്ങോട്ട് വിളിച്ച് എനിക്കൊരു പരിപാടി തരുമോ എന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ വേടന്റെ തലയിലോട്ടും പിന്നെ മരിച്ചുപോയ ആളെ തലയിലോട്ടും ഒക്കെ വെച്ച് ഇവർ തടി ഊരാൻ നോക്കുകയാണ്. ഇതിലൊരു തടിയൂരലും ഇല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇൻഷൂർ ചെയ്തില്ല എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കാരണം വൈദ്യുതി കൊണ്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന സ്ഥലമാണ്. കൂടാതെ ഇപ്പൊ സുരക്ഷയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിച്ചത് ഷോക്കേറ്റിട്ടാണ്. ഷോക്കേറ്റ് മരിച്ചത് നേരിട്ട് വയറിൽ പിടിച്ചത് കൊണ്ടല്ല, സ്കഫോൾഡ് ഇരുമ്പിലുണ്ടാക്കിയ സ്കഫോൾഡിൽ പിടിച്ചത് കൊണ്ടാണ്. ആ ഒരു സ്കഫോൾഡ് നിലത്തുറപ്പിച്ച് കിടക്കുന്നതാണ്, ചളി കിടക്കുന്ന സ്ഥലമാണ്, വെള്ളമുള്ള സ്ഥലമാണ്. അയാൾ മരിച്ചത് കൊണ്ട് മാത്രം അത്രയും ആളുകൾ ജീവനോടെ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.